ഉരുളിയിലിട്ടിട്ട് ഇതേപോലെ കിൻഡൽ കണക്കിന് കിലോ ബീഫ് ഫ്രൈ കുക്ക് ചെയ്യുന്ന ഒരു സ്പോട്ട് ഞാൻ ആദ്യമായിട്ട് കാണാം. എന്തായാലും ഒന്ന് കഴിച്ചു നോക്കാം. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ കോഴിക്കോട് നിന്നും ഒരു 106 കിലോമീറ്റർ ദൂരം താണ്ടി ഒരു അടിപൊളി ബീഫ് ഫ്രൈ കഴിക്കേണ്ടതാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കാര്യങ്ങളൊന്ന് എക്സ്പ്ലോർ ചെയ്ത് നോക്കിയാലോ. സോ കമാൺ ഗൈസ്. ആ ബീഫ് ഉരുളിയിൽ കിടന്ന് ഇങ്ങനെ വെന്ത് സെറ്റ് ആവുന്ന കണ്ടോ നിങ്ങൾ? ഒരു ദിവസം ഇത്രത്തോളം കിലോ ക്വാണ്ടിറ്റി അടങ്ങുന്ന ബീഫ് ദിവസം 3 പ്രാവശ്യം ഇവർ ഇങ്ങനെ കുക്ക് ചെയ്യുമല്ലേ? എന്താല്ലേ കഥ? എന്നെ ഇങ്ങനെ കണ്ടാലേ അവര് പൊക്കൂലേ? ഇങ്ങനെ കണ്ടാ പൊക്കും. പക്ഷെ വഴിയുണ്ട്. എന്താണ്? ചായ മാറ്റാം. എങ്ങനെ? കാണിച്ചു തരാം. ഞാനെണ്ണില്ല. 1 2 ബീഫിന്റെ കളർ മൊത്തം മാറി ബ്ലാക്ക് ആയത് കണ്ടില്ലേ? നല്ല കൂന്തള് ഫ്രൈയും അതുപോലെ തന്നെ ബോട്ടിയും എല്ലാം കിട്ടുട്ടോ ഇവിടെ. രാവിലെ വന്ന നല്ല ചൂടുള്ള പയമ്പര് ലൈവായിട്ട് ഇത് പൊരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല പത്തലും നല്ല ലൈവായിട്ട് നമുക്ക് പൊരിച്ചിട്ട് ഇവിടുന്ന് കിട്ടുട്ടോ. ഞാൻ എന്തായാലും ഇവിടുന്ന് 4 പത്തല് അതുപോലെ തന്നെ പയമ്പരിയും ബീഫും വാങ്ങിട്ടോ. ബീഫ് മണിക്കൂറോളം സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഐറ്റമാണ്, അതുകൊണ്ട് അതിൻ്റെതായ രുചി ഉണ്ടാവും. നല്ല ചൂട് പത്തല് ഒരു കഷ്ണം കൊണ്ട് പൊട്ടിച്ചെടുത്ത് നേരെ ആ ബീഫ് ഫ്രൈയിലേക്ക് അങ്ങോട്ട് മിക്സ് ആക്കിയിട്ട് കഴിച്ചു നോക്കണം. എന്റെ മോനെ, സാധനം വേറെ മൂഡ് കിട്ടോ. അടുത്തതായിട്ട് പയമ്പരിയും ബീഫും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ നോക്കിയാലോ. ബീഫ് ആണെങ്കിൽ ഒരു രക്ഷയില്ല, നല്ല സോഫ്റ്റ് ബീഫ്. പയമ്പരിയും ബീഫും തമ്മിലുള്ള കോമ്പിനേഷൻ പണ്ടേ എല്ലാവർക്കും അറിയാലോ. സംഭവം വേറെ വൈബാണെന്നുള്ളത്. സംഭവം പൊളി. ഇതുവരെ ട്രാവൽ ചെയ്ത് വന്നതിനുള്ള കാര്യം എന്തായാലും ഇവിടുന്ന് നമ്മൾ കഴിച്ചു തീർക്കും. സിദ്ധു ഇവിടുന്ന് കഴിച്ചത് ചോറും ബീഫും ആണ്. സംഭവം കഴിച്ചു നോക്കിയപ്പോൾ അടിപൊളിയാണെന്നാണ് ആള് പറഞ്ഞത്. അപ്പൊ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം മറക്കണ്ട. വയനാട് പുൽപ്പള്ളിയുള്ള KM മെസോസ് ആണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.